ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടക്കുഴമ്പാണ്. അപ്പോൾ അത് നമുക്ക് ചെട്ടിനാട് സ്റ്റൈലിൽ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചട്ടി നമുക്ക് ചൂടാകാൻ വേണ്ടി വെച്ചു. ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, 2 ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി 4 മുളകിട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തു. കൂടെ തന്നെ 1/4 സ്പൂൺ ജീരകം, 3/4 സ്പൂണോളം പെരുംജീരകം, എരിവിന് വേണ്ടി 1.5 സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചാണെങ്കിൽ അതനുസരിച്ചിടുക. ഞാനിവിടെ 1.5 സ്പൂൺ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം. ചുവന്ന് വരുന്നതുവരെ ഒന്ന് വറുത്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ മസാല നല്ലോണം ചുവന്ന് പൊട്ടി തുടങ്ങി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും നല്ലോണം മൂത്ത് വരുന്നതുവരെ വറുത്ത് കൊടുക്കാം. തേങ്ങയുടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. രണ്ടും പൊട്ടി വരുമ്പോഴേക്കും മുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഹാഫ് വേവാകുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ചുവന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി മുറിച്ചും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ഗ്രേവി നല്ലോണം കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. തക്കാളിയുടെ പച്ച ചുവ മാറുന്നവരെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളകും നേരത്തെ തന്നെ മുഴുവൻ മുളകും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് തന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കാം. ഈ ഗ്രേവി നല്ലോണം തിളച്ച് കിട്ടണം. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം.
ഈ മുട്ട ഗ്രേവി കിടന്ന് വെന്ത് കിട്ടട്ടെ. നമുക്ക് നേരത്തെ തന്നെ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി നമ്മൾ നേരത്തെ ഒഴിച്ച മുട്ടയെ ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ആ മുട്ടയെ ഉടച്ച് ഗ്രേവിയോട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ടതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു ചെട്ടിനാട് സ്റ്റൈൽ മുട്ടക്കറിയാണ്. അപ്പോൾ ഈ മുട്ടക്കുഴമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ചൂട് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ മുട്ടക്കുഴമ്പാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്യാനും കൂടെ തന്നെ ബെല്ലൈക്കൺ ഓണാക്കി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ഉടൻ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Thank you friends.